അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് ബാലൻസ് വന്നാൽ ഫ്രിഡ്ജിൽ വെക്കാറാണല്ലോ പതിവ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ടുകൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഉഴുന്നിൻ്റെ ഈ ഒരു വൈറ്റ് കളർ മാറിയിട്ട് ഇതുപോലെ ഒരു ഗോൾഡ് കളർ ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ട് ഈ ഒരു സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടണ്ട കേട്ടോ, കാരണം നമ്മൾ നേരത്തെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് വെച്ചിട്ടാണല്ലോ അത് റെഡിയാക്കുന്നത്. അപ്പോൾ ദോശമാവിലും ഉപ്പുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ അത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് ദോശമാവിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോവാനൊന്നും കാത്തു നിൽക്കേണ്ട, ഒരു ചൂടോട് കൂടെ തന്നെ ഈ ഒരു മാവിലേക്ക് മുഴുവനായിട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ബാറ്റർ. അപ്പോൾ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇനിയിപ്പം ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ദോശമാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇത് ചെയ്തെടുത്താലും മതി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഇത് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കുഴിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കുമല്ലോ, അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ ഓരോ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഫുള്ളായിട്ട് ഒഴിക്കണ്ട. ഫുള്ളായിട്ടുണ്ട് ഒഴിച്ച് കൊടുത്താൽ ഇത് മാവ് പുറത്തേക്ക് ഒലിക്കും കേട്ടോ. ഒരു വശം ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നടുക്കത്തത് പെട്ടെന്ന് ആവും കേട്ടോ, ചൂട് തട്ടുന്ന ആ ഭാഗമായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, നടുക്കത്തെ ഭാഗം. പിന്നെ അതേപോലെ സൈഡിലൊക്കെ കുറേശ്ശെ തീ കിട്ടുന്നത് കൊണ്ട് തന്നെ തീ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് ഈ ഒരു പാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്ക് 2 വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്, എങ്കിലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇതിന് കുഴി പനിയാരം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴി പനിയാരത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഇനി കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മുടെ ആ സവാളയൊക്കെ വഴറ്റിയിട്ടതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും പൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഇതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.